നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോക്ക് നല്ല വയറുവേദനയുണ്ടെന്ന്. എന്താ പറ്റി? അറിയില്ല ഭാവന. ആവശ്യമില്ലാത്ത ചടങ്ങുകളൊക്കെ അല്ലേ നീ മനസ്സിനെ കൊണ്ട് ചെയ്യിച്ചേ? ആ കുട്ടിയുടെ ശരീരം ഇളകിയിട്ടുണ്ടാവും. ദേവേട്ട വെറുതെ ദൈവകോപം പറയല്ലേ. ആവശ്യമില്ലാത്തത് ചെയ്യിച്ചെന്ന് ദേവേട്ടനോട് ആരാ പറഞ്ഞേ? ഭാവനയോ അതോ സൂര്യയോ? ഇവര് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്കിളെ വെറുതെ ഒരു സംസാരം വേണ്ട. മാനസിക്ക് നല്ല പെയിൻ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മനസ്സ എഴുന്നേക്ക്. എഴുന്നേക്ക്. പതുക്കെ സൂക്ഷിച്ചു നടക്ക. പെട്ടെന്ന് ഇങ്ങനെ പെയിൻ ഉണ്ടാവാൻ എന്താ കാര്യം? പതിവില്ലാത്ത എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല ഡോക്ടർ, സാധാരണ കഴിക്കുന്ന പോലുള്ള ആഹാരങ്ങളെ കഴിച്ചുള്ളൂ. വെള്ളം കുടിക്കാൻ പറഞ്ഞിരുന്നു, കുടിക്കുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ, നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടി കൊടുത്തേക്കണം. പിന്നെ ഇഞ്ചക്ഷനും കൂടി കൊടുക്കണം. ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. ശരി ഡോക്ടർ. സാധാരണ പോലത്തെ ഗർഭധാരണം അല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് വരുന്നതുകൊണ്ടാ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പേഷ്യന്റുകളിൽ 80% പേരും ഫുൾ ബെഡ് റെസ്റ്റിലായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ ഉപദേശിക്കാനല്ലേ പറ്റൂ. അനുസരിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. സിസ്റ്റർ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. റെസ്റ്റ് എടുക്ക്. അമ്മ വെറുതെ ഭാവനയെ മാത്രം കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ലമ്മേ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയതല്ലോ. രാവിലെ മാനസിക്ക് വയറുവേദന വന്നപ്പോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും കടുത്ത വേദന വരില്ലായിരുന്നു. ആന്റി, ഇതിപ്പോ വേറൊന്നും അല്ല കാര്യം. പൂജ സമയത്ത് മാനസയുടെ ശരീരം നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ഈ സമയത്ത് അങ്ങനെയൊന്നും ശരീരം ഇളകാൻ പാടില്ല. നിനക്കത് ആ സമയത്ത് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോ ഞാനത് എങ്ങനെ ആന്റി പറയുന്നത്? പൂജാരി ഓരോ ചടങ്ങുകൾ പറയുമ്പോ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നതാണോ ശരി? അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ആന്റി തന്നെ എന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ? ഭാവന പറഞ്ഞല്ലേ ശരി. ചടങ്ങുകൾ മുടങ്ങിയാൽ അമ്മ വെറുതെ ഇരിക്കും. കുടുംബത്തിന്റെ ദോഷം മാറണമെന്ന് പറഞ്ഞ് അമ്മ ആ പോറ്റിയും കൂടി എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഓ അത് ശരി. ഇപ്പൊ ഞാനായില്ലേ കുറ്റക്കാരി? എന്താടാ, ഞാൻ നിന്നെ കൊണ്ട് മനഃപൂർവ്വം വല്ലതും ചെയ്യിച്ചോ? പ്രശ്നവശാൽ കണ്ട കാര്യങ്ങളല്ലേ ചെയ്യിച്ചത്? അമ്മ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതും പിന്നീട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതും. മനസ്സിലായില്ല. ഞാൻ എന്ത് പ്രശ്നമാടാ ഉണ്ടാക്കിയത്? മാനസ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് പിന്നെ ആരാ അമ്മേ? അമ്മ വളരെ ബുദ്ധിപൂർവ്വമല്ലേ ഞങ്ങളെ ആരെയും അറിയിക്കാതെ ഇങ്ങനൊരു കാര്യം ചെയ്തത്? അതെ, അല്ലാതെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് സമ്മതിക്കുമായിരുന്നോ? ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ആന്റി. മാനസയുടെ ലൈഫ് ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അമ്മേ, ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അഭിപ്രായം ചോദിച്ചാൽ ആരും അംഗീകരിക്കില്ലെന്ന് ആന്റിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും ആന്റിയോട് വീണ്ടും പറയുക. സാധാരണ പ്രഗ്നൻസി അല്ല മാനസയുടേത്.
നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ അത് ഭീഷണിയാവും. നീ എന്താ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഇതാണ് ആന്റിയുടെ കുഴപ്പം. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാ ഉടനെ അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. ആന്റി, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആന്റി തന്നെ ഡോക്ടറോട് ചോദിച്ചാൽ മതി. അതൊന്നും വേണ്ട, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇങ്ങനെ പറഞ്ഞാ പോരാ, ചെയ്യണം. അമ്മ വിചാരിക്കും പോലെ മാനസയുടെ കാര്യം നിസ്സാരമായിട്ട് കാണണ്ട. ദിവസങ്ങൾ ചെല്ലുന്തോറും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കും നമുക്കും ഉണ്ടാവും. ആ, അവൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇനി മുതൽ അവളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. അപ്പൊ ഭാവന മാനസയെ നോക്കണമെന്നാണോ? വേണ്ട, ആരും ബുദ്ധിമുട്ടി ഒന്നും ചെയ്യണ്ട. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, ഞാനായിട്ട് തന്നെ പരിഹാരം കണ്ടോളാം. പറ്റില്ല. അങ്ങനെ നീ മാത്രം പരിഹരിച്ചാൽ പോരല്ലോ ജയ. സൂര്യ, സൂര്യ, അന്നെ ഇപ്പൊ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാണിക്കുന്നത്? ഹോസ്പിറ്റലാ. ഇറങ്ങി പോടെ ഇവിടുന്ന്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇത് ആശുപത്രിയാ. ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടാൻ ആർക്കും അവകാശമില്ല. എന്നാ എനിക്കൊന്ന് കാണണം. സൂര്യ, വേണ്ട. ഇതൊരു ഹോസ്പിറ്റലാ, വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട സ്ഥലമല്ല. കണ്ടോ, നിന്റെ ഭാര്യയ്ക്ക് വിവരമുണ്ട്. ഏട്ടൻ ഇപ്പൊ എന്താ വേണ്ട? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആഹാ, എന്തു വേണമെന്നോ? എന്റെ മോളെ കറക്കിയെടുത്ത് അടിമയാക്കി വെച്ചിട്ട് ഇപ്പൊ എന്തു വേണമെന്നോ? ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്തിട്ട് പോ. ചെയ്യടാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ വെച്ച് നീ എങ്ങനെ ആളാകാൻ നോക്കണ്ട. അജയം പോലത്തരുടെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. നിനക്കൊക്കെ തോന്നുന്ന പോലെ തട്ടിക്കളിക്കാനല്ല ഞാൻ എന്റെ മോളെ വളർത്തിയതും പഠിപ്പിച്ച് വലിയ ആളാക്കിയതും. അതുകൊണ്ട് മര്യാദക്ക് എന്റെ മോളെ കാണാൻ എന്നെ അനുവദിക്കേ. എനിക്ക് അവളോട് സംസാരിക്കണം. അവളെ ഇപ്പൊ കാണാൻ പറ്റില്ലെങ്കിലോ? അത് നീയാണോടാ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നീ ആരടാ? എന്റെ മോളെ ഭർത്താവോ? അല്ലല്ലോ. അവളെ കാണണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും. സൂര്യ, എന്നാ താൻ അവളെ കാണുന്ന എനിക്കൊന്ന് കാണണം. സൂര്യ, വഴിമാറാ. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നീ നിന്റെ കുടുംബവും ചീഞ്ഞ് നാറും. എന്നാ ഒന്ന് കാണണമല്ലോ. വിട് സൂര്യ. സൂര്യ, സൂര്യ, വിട്. വേണ്ടേ? അല്ലേ സൂര്യ, ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഏട്ടാ, ഇവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ വാ, നമുക്ക് സംസാരിക്കാം. എനിക്കിപ്പോ സൗകര്യമില്ല. നീ ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. കേക്ക് കൈവിടറി. ഏട്ടാ, പറയുന്നൊന്ന് കേക്ക്. വാ, വാ, ഇങ്ങോട്ട് വാ. വരാൻ, വരാൻ. അല്ലേ അയാളുടെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുത്തേനെ. സൂര്യ, ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട സൂര്യ. ന്യായം എപ്പോഴും അയാളുടെ ഭാഗത്താ, അത് മറക്കരുത്. എന്ത് ന്യായം? അയാൾ കാണിച്ചൊക്കെ ശരിയാണോ? പോട്ടെ സൂര്യ, ആന്റി അയാളെ പറഞ്ഞയച്ചോളും. സൂര്യ വന്നേ, വാ വാ.